ടോം, UDF കേന്ദ്രങ്ങളുടെ, കോൺഗ്രസ് കേന്ദ്രങ്ങളുടെ എന്തെങ്കിലും പ്രതികരണം നമുക്ക് ലഭ്യമാവുന്നുണ്ടോ? ഈ തെരഞ്ഞെടുപ്പ് കേസിലുള്ള വിധിയോട് എങ്ങനെയാണ് അവർ പ്രതികരിക്കുന്നത്? സജിത്ത്, ഇതുവരെയും UDF-ന്റെ അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായ പ്രതികരണം ഉണ്ടായിട്ടില്ല. പക്ഷേ കെ ബാബുവിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന പ്രതികരണം ഏറെ ശ്രദ്ധേയമാണ്. കാരണം താൻ പൂർണ്ണമായും 100% ഈ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പാലിച്ചുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. കൃത്രിമമായി തനിക്കെതിരെ തെളിവുകൾ സൃഷ്ടിച്ച് തന്റെ തെരഞ്ഞെടുപ്പ് അസാധുവാക്കാൻ, റദ്ദാക്കാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങൾ പൂർണ്ണമായും പരാജയപ്പെട്ടതിന്റെ ആശ്വാസവും സന്തോഷവും അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. അതായത് ഈ തെരഞ്ഞെടുപ്പ് കേസിന്റെ വിചാരണ കാലയളവിൽ തന്നെ കെ ബാബു ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കോടതിയിൽ വിശദീകരിച്ചിരുന്നു. ഇത് പൂർണ്ണമായും കൃത്രിമമായി കെട്ടിച്ചമച്ച കാര്യങ്ങളാണ്, തെളിവുകളാണ്. മാത്രമല്ല BLO-യാണ് ഇത് ഈ വോട്ടേഴ്സ് സ്ലിപ്പ് വോട്ടർമാർക്കിടയിൽ വിതരണം ചെയ്തത്. തനിക്കിതുമായി ബന്ധപ്പെട്ട തന്റെ ഭാഗത്ത് ഒരു വീഴ്ച ഉണ്ടായിട്ടില്ല, ഒരു രീതിയിലും അയ്യപ്പന്റെ പേര് ഉപയോഗിച്ചിട്ടില്ല തുടങ്ങിയ കാര്യങ്ങൾ വളരെ വിശദമായി തന്നെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം നമുക്കറിയാം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിൽ വലിയ രീതിയിൽ ഇടത് തരംഗമാഞ്ഞു വീശിയ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തു നിന്നും UDF-ന് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞ ഏതാനും ചില നിയമസഭാ മണ്ഡലങ്ങളിൽ പ്രധാനപ്പെട്ട സീറ്റായിരുന്നു തൃപ്പൂണിത്തുറ. അതായത് തൃപ്പൂണിത്തുറയിൽ തീ പാറുന്ന പോരാട്ടം നമുക്ക് കണ്ടതാണ്. 1991 മുതൽ 5 തവണ തുടർച്ചയായി തൃപ്പൂണിത്തുറയിൽ നിന്നും വിജയിച്ച UDF-ന്റെ ജനപ്രതിനിധിയായിരുന്നു. അതിനു മുൻപുള്ള ഈ മണ്ഡലത്തിന്റെ സ്വഭാവം അറിയാം. ഇടതുപക്ഷത്തിൽ, അതായത് CPM-ന് ഒരു ഉണ്ടായിരുന്ന ഒരു മണ്ഡലമായിരുന്നു. പക്ഷെ കെ ബാബുവിന്റെ വരവോടുകൂടിയാണ് ആ മണ്ഡലത്തിന്റെ സ്വഭാവം തന്നെ മാറുന്നത്. പിന്നീട് UDF-ന്റെ, കോൺഗ്രസിന്റെ ഒരു ഉറച്ച കോട്ടയായി തൃപ്പൂണിത്തുറ മാറുന്ന കാഴ്ചയുണ്ടായി. പിന്നീട് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ്, അന്ന് ബാർക്കോഴ വിവാദം കത്തി നിൽക്കുന്ന സമയം, യുവ പോരാളിയായി M സ്വരാജിനെ CPM തൃപ്പൂണിത്തുറയിൽ രംഗത്തിറക്കുന്നു. അത് തീ പാർന്ന പോരാട്ടം കണ്ടു. പിന്നീട് 4000 ചില്ലുവാൻ വോട്ടിന് അട്ടിമറി വിജയം നേടാൻ M സ്വരാജിന് കഴിഞ്ഞു. അങ്ങനെ വലിയ രീതിയിൽ അതുവരെയും കെ ബാബു എന്ന രാഷ്ട്രീയ നേതാവ്, മുൻ മന്ത്രി, അത് പൂർണ്ണമായ രാഷ്ട്രീയ ചിത്രത്തിൽ തന്നെ തുടച്ചു മാറ്റപ്പെട്ടുവെന്ന് വ്യാഖ്യാനിച്ച ആ ഒരു കാലയളവിലാണ് 2021 M സ്വരാജിനെതിരെ കെ ബാബുവിന് തന്നെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി വരുന്നത്. അങ്ങനെ വലിയ രീതിയിൽ പല വിഷയങ്ങളും ചർച്ചയായി. മുൻപ് കെ ബാബു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം ഈ ബാർക്കോഴ കേസടക്കം ആ കേസിലൊക്കെ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിട്ടില്ല എന്ന രീതിയിലൊക്കെ. അതാണ് ടോം. എന്തായാലും നമുക്ക് എന്റെ രാഷ്ട്രീയ സാഹചര്യം, അതിന്റെ പ്രത്യാഘാത സാധ്യത കൂടുതൽ വിശദമായി തന്നെ പരിശോധിക്കാം. കെ ബാബുവിന്റെ പ്രതികരണം അങ്ങേയറ്റം സന്തോഷകരമാണ്. കൃത്യമായ തെളിവുകളാണ് താൻ കൃത്രിമത്വമുള്ള തെളിവുകളാണ് കോടതിയിൽ ഈ M സ്വരാജ് ഹാജരാക്കിയത്. താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ജനകീയ കോടതി വിധി LDF മാനിച്ചില്ല. ഇനിയെങ്കിലും കോടതി വിധി മാനിക്കാൻ തയ്യാറാവണം. ഇതൊക്കെയാണ് കെ ബാബുവിന്റെ പ്രതികരണം. നമുക്ക് ഈ വാർത്തയിലേക്ക് തന്നെ മടങ്ങി വരാം ഇടവേളയ്ക്ക് ശേഷം.